ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 27-28 വാക്യങ്ങൾ. മത്തായി 15-ന്റെ 27-28 വാക്യങ്ങൾ. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം മകളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മനസ്സ് കാണിക്കുന്ന ഒരു മാതൃഹൃദയം യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്നു എങ്കിലും ശുദ്ധ അശുദ്ധ നിയമങ്ങളുടെ ആ കാഠിന്യത്തെ കർത്താവ് കൂടി നിന്ന ആളുകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സംഭവത്തിന് തിരശ്ശീല വീഴുന്നത്. മക്കളുടെ അപ്പം തിന്നാനുള്ള അവളുടെ അയോഗ്യത അവൾ സമ്മതിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ആകുന്ന മക്കൾ. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നു. എങ്കിലും മേശയുടെ അടിയിൽ വീഴുന്ന അപ്പനുറുക്കുകൾ നായ്ക്കൾക്ക് തിന്നാമല്ലോ എന്ന ഒരു സാധാരണ കാര്യമാണ് അവൾ പ്രതിവചിക്കുന്നത്. അപ്പോൾ ദൈവിക പ്രവൃത്തി അവളിൽ നടന്നു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവായിരുന്നു ഈ വാക്കുകൾ. അപ്പോൾ കർത്താവ് പറയുന്ന അവളുടെ വിശ്വാസം അത് വലുതാണ്. ആ വിശ്വാസത്തെ കർത്താവ് ശ്ലാഘിക്കുന്നു. തുടർന്ന് ഭൂതോപദ്രവം ഉണ്ടായിരുന്ന മകളുടെ സൗഖ്യം നടന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങൾ ഒന്നിനും അർഹരല്ലെന്ന് ഗ്രഹിക്കുന്നവർ എന്ത് ലഭിച്ചാലും സന്തോഷത്തോടെ സ്വീകരിക്കും. ഒന്നാമത്, അവൾ മാനസാന്തരപ്പെട്ടു. അവൾക്ക് നായയുടെ വിലയേ ഉള്ളൂ എന്ന് അവൾ തന്നെ സമ്മതിക്കുകയാണ്. ഒന്നിനും അർഹതയില്ലെന്ന് സമ്മതിക്കുന്നവർ ലഭിക്കുന്നത് സന്തോഷത്തോടെ ഉൾക്കൊള്ളും. അവളുടെ വിശ്വാസം അവൾക്ക് ധൈര്യം പകർന്നു. ഉടയവരുടെ മേശ എന്നവൾ പറയുന്നു. അവൾ നായെങ്കിൽ യേശു അവളുടെ യജമാനനും ഉടയവനുമാണ്. മകൾ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ലെങ്കിലും തിരികെ വന്ന മകൻ അപ്പനോട് പറയുന്നത് പോലെയാണ്, വേലക്കാരിൽ ഒരുവനെ പോലെ ആക്കണമെന്നുള്ള അപേക്ഷ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തിന്നുവാനും ശേഷിപ്പിക്കുവാനും തക്ക നിലയിൽ ആഹാരമുണ്ട് എന്നതായിരുന്നു മടങ്ങി വന്ന മകന്റെ തിരിച്ചറിവ്. ഈ സ്ത്രീയുടെ വിശ്വാസം കർത്താവ് വെളിപ്പെടുത്തുന്നു. അവരുടെ വിശ്വാസം വലുതാണ്. ഭൂതത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവരുടെ മകൾക്ക് ആശ്വാസം ലഭിച്ചു. കനാന്യ സ്ത്രീ പുറജാതിക്കാരത്തി എങ്കിലും അനുഗ്രഹം പ്രാപിച്ചു. ഇസ്രായേലിയർ അവനെ തള്ളിക്കളഞ്ഞു. നമ്മുടെ കാര്യത്തിലും അനുഭവം ഇത് തന്നെയാണ്. അവൾ അകലെ ആയിരുന്നെങ്കിലും സൗഖ്യം പ്രാപിച്ചു. അകലങ്ങളൊന്നും കർത്താവിൻ്റെ സൗഖ്യദായ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമല്ലല്ലോ. നമ്മൾ ഏത് നിലയിലാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വിശ്വാസത്തിൽ പതർച്ചയില്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. തടസ്സങ്ങൾ എന്തു വന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ശബ്ദം കേൾക്കും, നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ തളർന്നു പോകാതെ നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിലല്ലാതെ
മറ്റൊരിടത്തും പോംവഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത അവിടുത്തെ സാന്നിധ്യവും കൃപയും പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.